ഹായ് ഫ്രണ്ട്സ്, 3D ഹോം ടിപ്സിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഓട്ടോകാഡ് ഫയലിലെ മിറർ എന്ന ടൂൾസിനെ കുറിച്ചാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്ടോകാഡ് ഫയലിൽ ഒരു സോഫ ചെയറും അതേപോലെ അതിൻ്റെ തൊട്ടടുത്ത് ഒരു ടീ ടേബിളും കാണാം. ഈ ടീ ടേബിളിന് ചുറ്റും ഈ ടൂൾസ് ഉപയോഗിച്ച് ഈ സോഫ ചെയർ എങ്ങനെ കറക്റ്റ് പൊസിഷനിൽ വരുത്താമെന്ന് നോക്കാം. ഇതറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ മിററിൻ്റെ ഷോർട്ട് കീ ആണ് MI. കീബോർഡിൽ ഞാൻ MI എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു. അതിനുശേഷം ചെയർ സെലക്ട് ചെയ്തു. ഓക്കെ, ഇവിടെ ഈ ടീ ടേബിളിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ചെയർ കൊണ്ടുവരേണ്ടത്. അതിനുവേണ്ടി ഈ ടീ ടേബിളിൽ ഒരു പോയിൻ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് പോയിൻറ്റും സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എവിടെയൊക്കെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം മിറർ ചെയ്ത ആ സോഫ ചെയറിൻ്റെ പൊസിഷനെ ഒന്ന് ചെക്ക് ചെയ്യാം. അതായത് ആദ്യത്തെ ചെയറിൻ്റെ കറക്റ്റ് പാരലായിട്ടാണോ അത് വന്നതെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി എക്സൽ ലൈൻ എടുത്ത് വരക്കുന്നതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ കാണാം ആ മിറർ ചെയ്ത സോഫ ചെയർ അല്പം പൊസിഷൻ തെറ്റിയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ റെഡിയാക്കാമെന്ന് ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യാണ്, ഈ ചെയർ. ഓക്കെ, ഇനി ഞാൻ ഈ ടീ ടേബിളിൻ്റെ ഉള്ളിൽ 2 ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, അത് ഇതിൻ്റെ മിറർ. ഓക്കെ, ഇങ്ങനെ ഒരു ലൈനും വരച്ചു. അടുത്തത് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. അതിനുശേഷം വീണ്ടും ലൈൻ എടുത്തു. എന്നിട്ട് ഇങ്ങനെ ലൈൻ വരച്ചു. ഓക്കെ, ഇനി നമുക്കൊന്ന് മിറർ ചെയ്ത് നോക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ കീബോർഡിൽ MI അടിച്ചു, MI ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു. ഓക്കെ, എന്നിട്ട് ചെയർ സെലക്ട് ചെയ്തു. അതിനുശേഷം എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം മിറർ സെലക്ട് ഒബ്ജക്റ്റ് സ്പെസിഫൈ ഫസ്റ്റ് പോയിൻ്റ് ഓഫ് മിറർ ലൈൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിൻ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ലൈനിൻ്റെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ലൈനിൽ മിഡ് പോയിൻ്റ് ഇവിടെ കാണിച്ചു തരുന്നതായിട്ട് കാണാം. അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓപ്പോസിറ്റ് മിറർ സെക്കൻഡ് പോയിൻ്റ് ഇവിടെ കാണിച്ചു കൊടുക്കുക. അതിനുശേഷം നോ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് പൊസിഷനിൽ ആ ചെയർ വന്നതായിട്ട് കാണാം. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഉണ്ടല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് ഈ ഭാഗത്തും ഈ ചെയർ വരുത്തണം. അതിന് ഇനി നമുക്ക് ചെയ്യേണ്ടത് MI വീണ്ടും എടുക്കുക. എന്നിട്ട് എൻ്റർ അടിക്കുക. ഈ ഒരു പോയിൻ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇവ രണ്ടും സെലക്ട് ചെയ്യുക. MI എടുത്തു. ഇത് രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് മിറർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയെന്ന് നോക്കാം. MI എൻ്റർ അടിച്ച് ഈ രണ്ട് ചെയറും സെലക്ട് ചെയ്ത ശേഷം എൻ്റർ അടിക്കുക. എന്നിട്ട് ഈ ഒരു പോയിൻ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് പോയിൻ്റ് ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നോ കൊടുക്കുക.
അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കറക്റ്റ് പൊസിഷനിൽ ഈ 4 ചെയർ വന്നതായിട്ട് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോയ്ക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോയ്ക്കായി വെയിറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.